മതപരമായ സംഘർഷങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ അവരത്തെ അറിയണം, അവരത്തെ ഉൾക്കൊള്ളണം. ഹിന്ദുവായി ജനിച്ച ഞാൻ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിമായി ജനിച്ച മറ്റൊരാൾ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പുലരുമ്പോൾ മാത്രമേ ഒരു മതനിരപേക്ഷ സമൂഹം ഉണ്ടാകൂ എന്ന് സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് സർവമത സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരു. ഏത് സമുദായം എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത വിധം കലർപ്പുള്ളതാണ് മതത്തിന്റെ പുറന്തോട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് തൊപ്പിയുണ്ടോ കുറിയുണ്ടോ നോക്കിയിട്ട് ഒരാളുടെ മതം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ മതത്തിനൊരു അകക്കാമ്പുണ്ട്. ആ അകക്കാമ്പ് എന്താണ്? ആ അകക്കാമ്പിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തീരുന്നത് അതിന് കാരണക്കാരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മത സംഘടനകൾ. ഈ രാഷ്ട്രീയ മത സംഘടനകളുടെ തെറ്റായ നയങ്ങൾ മൂലം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളും അവർ സ്വീകരിക്കുന്ന നിലപാടുകളും ഒരു രാജ്യത്തിൻ്റെ ദീർഘകാലമായ അതിജീവനത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്ന കാര്യമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന മതനിരപേക്ഷത എന്നത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയമല്ല. തെരഞ്ഞെടുപ്പ് തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷത എന്നത് നമ്മുടെ ദൈനംദിനത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രധാനമായി വരുന്നത് എന്നതാണ് എൻ്റെ വിഷയം. അതായത് രാഷ്ട്രീയ സമൂഹത്തെക്കുറിച്ചാണ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞതെങ്കിൽ പൗരസമൂഹത്തെ പറ്റിയാണ് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രക്രിയയിൽ ഉൾപ്പെട്ട ഭരണകൂടവുമായി ബന്ധപ്പെട്ട സമൂഹത്തെ അല്ല പൗരസമൂഹം എന്ന് പറയുന്നത്. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തിനും അതുപോലെ കമ്പോളത്തിനും ഒക്കെ പുറത്ത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന ഇടങ്ങളിൽ നാം സംഘടിക്കുകയും പലതരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, താനൂര് കടപ്പുറത്തുള്ള തൊഴിലാളികളെ ഒരിക്കൽ നമ്മൾ വിളിച്ചത് കേരളത്തിൻ്റെ സൈന്യം എന്നാണ്. അങ്ങനെ വിളിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? പ്രളയം എന്ന് പറയുന്ന ഒരുപക്ഷെ മലയാളി കഴിഞ്ഞൊരു 100 വർഷത്തിനകം അനുഭവിക്കാത്ത ഒരു വലിയ ദുരന്തം വന്നപ്പോൾ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വയം സന്നദ്ധരായ തൊഴിലാളികൾ, ഈ പറഞ്ഞ ജാതിയോ മതമോ മറ്റ് വിഭജനങ്ങളോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യന് മനുഷ്യൻ തുണ എന്ന വലിയൊരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ നടത്തിയ സാഹസികമായ ശ്രമം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് നമുക്കറിയാം. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, എന്നാൽ ഇതൊരു പൗരസമൂഹത്തിൽ നടത്തുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. കൊറോണ വൈറസ് വലിയ ഭീതി പരത്തിക്കൊണ്ട് മഹാമാരിയായി നമ്മുടെ ഇടയിൽ നിന്നപ്പോഴും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ പരസ്പരം താങ്ങും തണലുമായി നിന്നു. അങ്ങനെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടല്ല. ചൂരൽമലയിൽ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ മനുഷ്യർ തോളോട് തോൾ ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ചുറ്റും ജീവിക്കുന്ന വീടില്ലാത്ത മനുഷ്യർക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നു.
അശരണരായ മനുഷ്യർക്ക് നമ്മൾ തുണയാകുന്നു. ഇതൊക്കെ നാം സന്നദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഈ സന്നദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നത് നാം മതങ്ങളിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് പല വഴികളിലൂടെയും സ്വാംശീകരിച്ച മനുഷ്യത്വം എന്ന മൂല്യം ആണ്. ഈ മനുഷ്യത്വം എന്ന മൂല്യമാണ് പൗരസമൂഹത്തിലെ മനുഷ്യരെ നിരന്തരം മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി നിലയുറപ്പിക്കാൻ സഹായിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, എത്രയോ കാലം 92 ഡിസംബർ 6 തുടങ്ങി ഏതാണ്ട് 2 വർഷം മുമ്പ് വരെ നിരന്തരം ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് മുറിവേൽപ്പിച്ച അയോധ്യയിലെ ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ പള്ളി പൊളിച്ച് പകരം അമ്പലം നിർമ്മിച്ചു. പക്ഷേ ആ നിയോജക മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടു. എന്തിനു വേണ്ടിയാണോ അവരിതെല്ലാം ചെയ്തത്, ആ ചെയ്ത സ്ഥലത്ത് പോലും അവർക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല. ആരാണ് അയോധ്യയിൽ BJPയെ പരാജയപ്പെടുത്തിയത്? അവിടെ BJPയെ പരാജയപ്പെടുത്തിയത് ഞാൻ ഈ പറഞ്ഞ ഒരു മാനവികതയാണ്. ആ മാനവികത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശം കൊണ്ട് മനുഷ്യർ പ്രവർത്തിക്കുന്നതല്ല. ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം അതിജീവിച്ചിട്ടുള്ളത് ഈ മാനവികതയിലൂടെയാണ്. ഏതു വർഗീയ ശക്തികൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു മനുഷ്യത്വത്തിന്റെ ആത്മാവ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര സമൂഹത്തിനുണ്ട് എന്നതാണ് ഇന്ത്യ അതിജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് അതിനെ തകർക്കാനാണ് ശ്രീ ജയരാജൻ പറഞ്ഞ പലതരം സംഘടനകളും സംഘങ്ങളും ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മതനിരപേക്ഷമായി നാം വളർത്തിയെടുത്ത ഈ പൗരസമൂഹത്തിന്റെ മാനവികത ബോധത്തെ സംരക്ഷിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും, ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കടമയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഈ മനുഷ്യത്വത്തിലേക്ക് നമ്മൾ നടന്നെത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം 1921 ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ പ്രദേശത്ത് നടന്ന ഐതിഹാസികമായ കർഷക സമരം, സാമ്രാജ്യത്വ വിരുദ്ധ സമരം, ജന്മിത്വ വിരുദ്ധ സമരം. ആ സമരം ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും തെക്കേ മലബാറിലുള്ള ഗ്രാമങ്ങളിൽ മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ വിതച്ചത് എന്ന് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അത് സഖാവ് EMS പോലുള്ള ആളുകൾ അത് വളരെ വിശദമായി എഴുതിയതാണ്. സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പരസ്പര വിദ്വേഷന്റെയും തലത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, ആ സമരത്തിന് രാഷ്ട്രീയമായ നേതൃത്വം നൽകേണ്ടിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സമരത്തിന്റെ മൂർധന്യഘട്ടത്തിൽ ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും അത് ശിഥിലമായി തീരുകയും പ്രാദേശിക നേതാക്കന്മാരുടെയും മറ്റും കൈകളിൽ, അവർക്കൊരു രാഷ്ട്രീയ സമരം നയിച്ചിട്ടുള്ള പരിചയമില്ല, അങ്ങനെ ആ സമരം ശിഥിലമാവുകയും അത് പലപ്പോഴും മനുഷ്യർക്കിടയിൽ, ഒരുമിച്ച് നിൽക്കേണ്ട മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ തീർക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അങ്ങനെ തെക്കേ മലബാറിലെ വളരെ അസ്വസ്ഥമായ അന്തരീക്ഷത്തെ സംബന്ധിച്ച് തെക്കൻ കേരളത്തിലുള്ള ഒരു നവോത്ഥാന നായകൻ, ഒരു കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈക്ഷണിക ആചാര്യന്മാരിൽ ഒരാൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു. 1921 തെക്കേ മലബാറിലുണ്ടായ ഈ സംഘർഷങ്ങൾ, മതത്തിന്റെ പേരിൽ മനുഷ്യർ അകലുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ സൂചനകൾ വരാനിരിക്കുന്നൊരു വിപത്തിനെ കുറിച്ച് നാരായണ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയാണ് 1924 ആലുവ മണപ്പുറത്ത് സർവമത സമ്മേളനം നാരായണ ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ വിളിച്ചു ചേർക്കപ്പെടുന്നത്. ആ സർവമത സമ്മേളനം വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിരുന്നു എന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സർവമത സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു?
വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നതായിരുന്നു മുദ്രാവാക്യം. അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല നമുക്ക് വേണ്ടത്, മതങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പ്രധാനമായും അവിടെ ഉയർത്തിയ മുദ്രാവാക്യം. വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മതപരമായ സംഘർഷങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ അപരത്തെ അറിയണം, അപരത്തെ ഉൾക്കൊള്ളണം. ഹിന്ദുവായി ജനിച്ച ഞാൻ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിമായി ജനിച്ച മറ്റൊരാൾ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പുലരുമ്പോൾ മാത്രമേ ഒരു മതനിരപേക്ഷ സമൂഹം ഉണ്ടാകൂ എന്ന് സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് സർവമത സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരു. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ. ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത് ചിക്കാഗോയിലാണ്. ലോകത്തെ 2ാമത്തെ സർവമത സമ്മേളനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരു. കാരണം 921 ഈ ചലനങ്ങൾ, തെക്കേ മലബാറിലുണ്ടായ ഈ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങൾ വളരെയധികം അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വാസ്തവത്തിൽ സർവമത സമ്മേളനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അക്കാലത്ത് ഏറ്റവും വലിയൊരു തർക്ക വിഷയമായിരുന്നു മതപരിവർത്തനം. മതപരിവർത്തനം എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണ് അക്കാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതും മതങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായി തീരുന്നുണ്ടെന്ന് നാരായണ ഗുരുവിന് മനസ്സിലായി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് 924 ആലുവ മണപ്പുറത്ത് ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കാൻ അദ്ദേഹം തയ്യാറായതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മതം എന്നാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നാരായണ ഗുരു മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് ഈ സർവമത സമ്മേളനത്തിന്റെ ആമുഖ ഭാഷണത്തിൽ സ്വാമി സത്യവ്രതൻ വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് മതം എന്ന് പറഞ്ഞാൽ പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതോ, തൊപ്പി ധരിക്കുന്നതോ, കുറി വരയ്ക്കുന്നതോ, തട്ടമിടുന്നതോ, പൊട്ടുകുത്തുന്നതോ ഒക്കെയാണ് ഇപ്പൊ മതം. അങ്ങനെയാണ്. നമ്മൾ തൊപ്പിയിട്ട ഒരാളെ കണ്ടാൽ ഉടനെ അയാളൊരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കുന്നു. കുറി വരച്ച ഒരാളെ കണ്ടാൽ അയാൾ ഹിന്ദുവാണ് എന്ന് മനസ്സിലാക്കുന്നു. നാരായണ ഗുരു പറയുന്നത് ഇതൊക്കെ മതത്തിന്റെ ബാഹ്യ ഘടകങ്ങളാണ്, ഇതൊക്കെ മതത്തിന്റെ പുറന്തോടാണ്. അത് ഓരോ നാട്ടിൽ ചെന്ന ഓരോന്നാണ്. നമുക്കറിയാവുന്ന പോലെ പിന്നെ കേരളത്തിലുള്ള ആരാധനാ സമ്പ്രദായമല്ല കേരളത്തിന് പുറത്തേക്ക് പോയാലുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ചു കാലം ആന്ധ്രാപ്രദേശിൽ ജോലി ചെയ്തിരുന്നു. അവിടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എല്ലാ മരത്തിന്റെ ചുവട്ടിലും ചെറിയൊരു കല്ലും കുറച്ച് കുങ്കുമപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ വെതറിക്കിടക്കുന്നത് കാണാം. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് പാഞ്ചാലിയാണ് എന്ന് പറയും. പാഞ്ചാലിയെ ആരാധിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കേരളത്തിൽ കാളിയെ പൂജിക്കുന്ന ഏർപ്പാടുണ്ട്. ഈ പൂർണ്ണ എല്ലാ കടപ്പുറത്തും കാണാം ചീറുമ്പ ഭഗവതി ക്ഷേത്രം, അത് ശ്രീ കുറുമ്പ ഭഗവതി, അതൊക്കെ കാളിയുടെ രൂപങ്ങളാണ്. അപ്പൊ കാളി എന്ന് പറയുന്നത് മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ആരാധനാമൂർത്തിയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ചെല്ലുമ്പോൾ അത് പാഞ്ചാലിയാണ്. ഇനി വേറൊരു നാട്ടിൽ ചെന്നാൽ അത് മറ്റൊന്നാണ്. ചില സ്ഥലത്ത് അത് കൃഷ്ണനാണ്, ചില സ്ഥലത്ത് രാമനാണ്, അങ്ങനെ പലതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ വിഗ്രഹാരാധനയുള്ള ഇസ്ലാം മതവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. തമിഴ്നാട്ടിൽ വിഗ്രഹാരാധന പതിവുള്ള ഇസ്ലാം മതമുണ്ട്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തിൽ നിങ്ങൾ നടന്നു നോക്കിയാൽ പല സമ്പ്രദായങ്ങളും പല രീതികളും ഉണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾ ആരാണ് അപരം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് മതം, ഏത് സമുദായം എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത വിധം കലർപ്പുള്ളതാണ് മതത്തിന്റെ പുറന്തോട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് തൊപ്പിയുണ്ടോ കുറിയുണ്ടോ നോക്കിയിട്ട് ഒരാളുടെ മതം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ മതത്തിനൊരു അകക്കാമ്പുണ്ട്. ആ അകക്കാമ്പ് എന്താണ്? ആ അകക്കാമ്പിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ധർമ്മം എന്ന വാക്ക് മതത്തിന്റെ ആത്മാവാണ് എന്ന് നാരായണ ഗുരു പറയും. ധർമ്മം എന്ന വാക്ക് ഉണ്ടാവുന്നത് ധൃ എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ്.
എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്നത് എന്നാണ് അർത്ഥം. നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്നത് എന്താണ് എന്നതിനെ പറ്റി ഖുർആനകത്തും ഈ പറയുന്ന ബൈബിളിനകത്തും വേദോപനിഷത്തുകളിലും എല്ലാം മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഞാൻ ആരാണ്? ഞാൻ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാനും മറ്റു മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്താണ്? സത്യം എന്താണ്? ശരി ഏതാണ്? പുണ്യം എന്താണ്? പാപം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മതങ്ങൾക്കകത്തും ഈ പറഞ്ഞ പോലെ വലിയ തത്വചിന്തയുടേതായിട്ടുള്ള സങ്കല്പനങ്ങളുണ്ട്. അതാണ് ആ സങ്കല്പനങ്ങളാണ് വാസ്തവത്തിൽ മതം എന്ന് പറയുന്നത്. മതം അനുഷ്ഠാനമല്ല. മതം എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന ഈ പറയുന്ന ആചാരവിശേഷങ്ങളല്ല. മതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ അകക്കാമ്പ് ധർമ്മമാണ് എന്ന് നാരായണ ഗുരു പറയുന്നു. അങ്ങനെ വന്നാൽ മതപരിവർത്തനം എന്നതിൻ്റെ അർത്ഥം എന്താ? മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം, നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ള ധർമ്മം, ആ ധർമ്മം മാറുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സത്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ്, പുണ്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ്, ശരിയെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ്, അത് മാറുന്നതിനെയാണ് മതപരിവർത്തനം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടിയായി ജനിച്ച ഞാൻ ഇപ്പൊ 55 വയസ്സായി. ഈ 55 വയസ്സിനകം ഈ പറഞ്ഞ പോലെ ശരിയെപ്പറ്റി, സത്യത്തെപ്പറ്റി, നന്മയെപ്പറ്റിയൊക്കെയുള്ള എൻ്റെ അഭിപ്രായം വളരെയേറെ മാറിയിട്ടുണ്ട്. അതാ. അപ്പോ ഞാൻ കുട്ടിക്കാലത്ത് ഖുർആൻ വായിച്ചിരുന്നില്ല. ഇപ്പോ CM മുഹമ്മദ് മൗലവി വിവർത്തനം ചെയ്തിട്ടുള്ള ഖുർആൻ ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ബൈബിള് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത ഞാൻ വായിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകളിൽ പലതും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് അമ്പലത്ത് പോയി പ്രാർത്ഥിച്ചിരുന്ന സമയത്തുള്ള എൻ്റെ ധർമ്മബോധമല്ല ഇപ്പോഴുള്ള എൻ്റെ ധർമ്മബോധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മതം ഞാൻ മാറിയെന്ന അർത്ഥം. അപ്പൊ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധത്തിലുണ്ടാകുന്ന പരിവർത്തനം എന്നാണ് അർത്ഥമെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാ ദിവസവും മതം മാറണം എന്ന് പറഞ്ഞ ആളാണ് നാരായണ ഗുരു. അതാ സാധാരണ ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വന്നാൽ അമ്മ ഞങ്ങളോട് പറയും, കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അടുത്തുള്ള കുളത്ത് പോയി കുളിച്ച് ഭസ്മം കുറി തൊട്ട് അമ്മ കൊളത്തി വെച്ച വിളക്കിന്റെ മുന്നിലിരുന്ന് നമശിവായ നാരായണായ നമ അച്യുതായ നമ എന്ന് തുടങ്ങി നാമം ചൊല്ലണം. അതിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് പറഞ്ഞ മലയാള മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസം, 02, 22, 4, 326, 428 തുടങ്ങി 16, 16, 256 വരെയുള്ള ഗുണഘോഷ്ടം, ഇതൊക്കെ ഒരു പാക്കേജ് ആയിട്ടാണ് ചൊല്ലണം. അപ്പൊ ഈ നമശിവായ എന്നുള്ളതും 16, 16, 256 തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ഈ 55-ാം വയസ്സ്, എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. 55-ാം വയസ്സിൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിന് പകരം ഒരു വിളക്കൊക്കെ കൊളുത്തി നമശിവായ നാരായണായ നമ എന്ന് ഉറക്കം എൻ്റെ വീട്ടിൽ നിന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ എൻ്റെ അമ്മ എന്നെ അയൽവാസിനെ പോയി വിളിച്ച് നിന്റെ കുട്ടിക്ക് എന്തോ ഒന്ന് ഇളകിണ്ടോ ഒന്ന് ഇങ്ങോട്ട് ഓടി വരികയെന്ന് പറയില്ലേ? അതെന്തുകൊണ്ടത്? കുട്ടിക്കാലത്ത് എൻ്റെ ദൈവബോധം, എൻ്റെ ധർമ്മബോധം അമ്മ പറഞ്ഞു തന്നാണ്. ഇന്ന് ഞാൻ വായിച്ചു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ പറഞ്ഞ അനുഷ്ഠാനത്തിനേക്കാളൊക്കെ പ്രധാനം മനുഷ്യന്റെ ചിന്ത. ഞാൻ ചിന്തിക്കാൻ ശേഷിയുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? ഇസ്ലാം മതത്തിനകത്തും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സഖാവ് ജയരാജൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വഖഫ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ എന്താണ് ഈ സക്കാത്ത് എന്ന് പറയുന്ന സങ്കല്പം, ധർമ്മം എന്താണ്, ഇസ്ലാം മതത്തിലെ ധർമ്മം എന്താണ്? നിങ്ങൾ കുറെ പണം സമ്പാദിച്ചു വെച്ചാൽ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല, അശരണരും ദുർബലരുമായ മനുഷ്യർക്ക് അത് പങ്കുവെക്കണം എന്ന് പറയുന്ന ഒരു പഴയ സോഷ്യലിസ്റ്റ് ആശയം ഇസ്ലാം മതത്തിനകത്തുണ്ട്. അത് ഈ സംഗതി തന്നെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതത്തിന്റെ അകക്കാമ്പും പരിശോധിച്ചാൽ ഇതെല്ലാം ഒന്നാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. എന്താണ് ഏകമതം എന്ന സങ്കല്പം? അതാണ് എല്ലാം വാസ്തവത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും. ആണ് പല മതം ഏകസാരം എന്ന് അദ്ദേഹം പറഞ്ഞ അതാണ്.
മതങ്ങളുടെ സാരാംശം ഒന്നാണ്, അത് വ്യത്യസ്തമല്ല, ഭിന്നമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനാണ് 924 ആലുവ മണപ്പുറത്ത് സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത് അദ്ദേഹം പറഞ്ഞത്, വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിനകത്തുള്ള എല്ലാവർക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണെന്ന് ഇസ്ലാം മത പണ്ഡിതന്മാരും ഈ ഹിന്ദുമത സന്യാസിമാര് എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ വേദോപനിഷത്തുകളിൽ നിന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കേട്ട് സത്യത്തിൽ നോക്കിയാൽ അതൊക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി പിരിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ മതനിരപേക്ഷത ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ. അപ്പൊ ഈ നിലയ്ക്ക് വാസ്തവത്തിൽ നാം ജീവിക്കുന്ന സമൂഹത്തിനകത്ത് നാം, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ സമൂഹം അങ്ങനെയാണ്. ഇന്ത്യ വളരെയധികം വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നു എന്ന് പറയും. ഇസ്ലാം മതത്തെ പറ്റി ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഇന്ത്യൻ സമൂഹത്തെ, അല്ലെങ്കിൽ അവര് പറയുന്ന എന്താണ്, ഈ അഖണ്ഡ ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിഞ്ഞത് മുസ്ലിങ്ങളാണെന്നാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ നോക്കിയാൽ ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വന്നിട്ട് സംഭവിച്ചത് എന്താ? അത് ഇന്ത്യയുടെ സംസ്കാരത്തെ തകർക്കുകയാണോ ഇന്ത്യയുടെ സംസ്കാരത്തെ പുഷ്ടിപ്പെടുത്തുകയാണോ ചെയ്തത് എന്ന് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. എനിക്ക് ശേഷം സംസാരിക്കാനുള്ള ഡോക്ടർ ഷിനാസ്, അദ്ദേഹം ഒരു ചരിത്രാധ്യാപകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാം. സാമാന്യം ബുദ്ധിയുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ, ചരിത്രമൊന്നും പഠിക്കാത്ത ആളുകൾക്ക് തന്നെ ചില ചരിത്ര പുസ്തകമൊക്കെ വായിച്ചാൽ മനസ്സിലാവും, ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇന്ത്യയിലുണ്ടായിരുന്ന ഉപനിഷത്ത് ദർശനങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്ന വൈദിക ദർശനങ്ങളും ഒക്കെ അതിലെ പണ്ഡിതന്മാര് പഠിക്കുകയും അങ്ങനെ ഖുറാനിലുള്ള ഏകദൈവ വിശ്വാസവും ഇവിടെയുള്ള ഉപനിഷത്തുകളിൽ കാണുന്ന ഏകദൈവ വിശ്വാസവും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഉണ്ടായ സവിശേഷമായ പാരമ്പര്യത്തെയാണ് നമ്മൾ സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ സൂഫി പാരമ്പര്യം വാസ്തവത്തിൽ വലിയ അളവിൽ നമ്മുടെ സംസ്കാരത്തെ സ്വാധീനിച്ച ഒന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതവിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല, അതിൽ തത്വചിന്തയുണ്ട്, അതിൽ സംഗീതമുണ്ട്, അതിൽ വാസ്തുവിദ്യയുണ്ട്, അതിൽ കഥകളുണ്ട്. അങ്ങനെ സൂഫി പാരമ്പര്യമാണ് ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ വളരെയധികം സമ്പന്നമാക്കിയത്. നമ്മളൊക്കെ യേശുദാസിന്റെ പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണല്ലോ. അതിൽ ബാബുക്ക സംഗീത സംവിധാനം നിർവഹിച്ച പല പാട്ടുകളും നമ്മൾ കേൾക്കാറുണ്ട്. ആ പാട്ടുകളിൽ അധികവും ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഗസലുകളുടെയും ഉത്തരേന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ആധാരത്തിലുള്ളതാണ്. ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആധാരം, അടിത്തറ എന്ന് പറയുന്നത് സൂഫി സംഗീത പാരമ്പര്യമാണ്. അത് പേർഷ്യയിൽ നിന്നും അറേബ്യൻ നാടുകളിൽ നിന്നും വന്ന് നമ്മുടെ നാടോടി സംഗീതവുമായി ചേർന്ന് കലർന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അയോധ്യയിൽ RSSനെ തോൽപ്പിച്ചത് ഈ അടിത്തറയാണ്. അതാണ് ഈ നമ്മുടെ സമൂഹം, പൗരസമൂഹം, ഇവര് പറയുന്ന വർഗീയ അജണ്ടയ്ക്കൊന്നും വഴങ്ങിക്കൊടുക്കുന്നവരല്ല നമ്മളാരും. അത് ജമാഅത്ത് ഇസ്ലാമി വന്ന് പറഞ്ഞാലും SDPI വന്ന് പറഞ്ഞാലും RSSകാരും പറഞ്ഞാലും പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ഇഴയടുപ്പമല്ല ഇന്ത്യയിലെ പൗരസമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും 947 മുതൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 300 സീറ്റിലേറെ നേടിക്കൊണ്ട് അധികാരത്തിൽ വരുമെന്ന് വീമ്പ് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തോൽപ്പിച്ചത് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഈ മനസ്സാക്ഷിയാണ്. മതനിരപേക്ഷമായ ഈ പൗരസമൂഹത്തിന്റെ മനസ്സാക്ഷിയാണ് നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തെ പരാജയപ്പെടുത്തിയത്. അത് നാം പാരമ്പര്യം കൊണ്ട് നേടിയെടുത്തതാണ്. അത് 1-2 വർഷങ്ങൾ കൊണ്ടുണ്ടായതല്ല. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും വലിയ ചരിത്രബോധത്തോടു കൂടി പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നമുക്കറിയാം, ഇപ്പോ ഇന്ത്യയിലെ ഉപനിഷത്തുകളെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉപനിഷത്തുകളെയും വേദങ്ങളെയും ഒക്കെ ചുട്ടുകരിക്കുകയോ തകർത്ത് കളയുകയല്ല ഇസ്ലാം മതം ചെയ്തത് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ധാരാഷുക്കോ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എന്നാൽ അദ്ദേഹം ഷാജഹാന്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കറിയാം. ഷാജഹാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, താജ്മഹൽ ഉണ്ടാക്കിയ ആളാണല്ലോ. മുഗൾ രാജകുമാരനാണ്, ഇന്ത്യ ഭരിച്ച ഒരു രാജകുമാരനാണ്, രാജാവിന്റെ മകനാണ് വാസ്തവത്തിൽ ധാരാഷുക്കോവ്. ധാരാഷുക്കോവ് 15 വർഷം വാരാണസിയിൽ പോയി താമസിക്കുകയും സംസ്കൃതം പഠിക്കുകയും ചെയ്തു. ഈ സംസ്കൃതം പഠിച്ച് അദ്ദേഹം ആദ്യം വായിക്കുകയും വിവർത്തനം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്ത കൃതി ഉപനിഷത്തുകളാണ്. ഈ ഉപനിഷത്തുകൾ അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് ആദ്യമായിട്ടാണ് ഉപനിഷത്തിനൊരു വിവർത്തനം ഉണ്ടാവുന്നത്. ആ വിവർത്തനം ചെയ്തത് ഒരു മുസ്ലിം രാജകുമാരനാണ്, ധാരാഷുക്കോവ്. ആ വിവർത്തനം ഒരു നോട്ട് പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ടത്. ആ നോട്ട് പുസ്തകത്തിൽ ഒരു സ്വർണ്ണ നിറത്തിലുള്ള മാർജിനാണ് ഓരോ പേജിലുള്ളത്. അതിന്റെ ഇടതുഭാഗത്ത് എഴുതിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലതുഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഗണേശായ നമ. എന്നിട്ട് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നു, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഖുറാനിൽ നിന്നാണ്. എന്നാൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കൃതി ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു, അതിന്റെ പേരാണ് ഉപനിഷത്തുകൾ. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ 2 സങ്കല്പങ്ങൾ ഒന്നായി നിൽക്കുന്നതിന്റെ അത്ഭുതത്തിന് മുന്നിലാണ് ഞാൻ എന്ന് ധാരാഷുക്കോവ് ആ ആമുഖത്തിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യം. ഇവിടേക്ക് കടന്നു വന്ന ഒരു മതങ്ങളും ഇവിടുത്തെ സംസ്കാരത്തെ തകർത്തിട്ടില്ല. ഈ സംസ്കാരവുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ടും ഇതിനെ വികസിപ്പിച്ചുകൊണ്ടും ഇതിന്റെ പെരുമ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹം ഇതുവരെയും അതിജീവിച്ചത്. അതിനെ തകർക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കേണ്ടത് CPIM മാത്രമല്ല, അതിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമല്ല, അതിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുമാണ്. അങ്ങനെ മാത്രമേ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയൂ. അതിനുവേണ്ടി നിലകൊള്ളുകയും ജീവൻ ത്യജിക്കുകയും രക്തസാക്ഷിയായി തീരുകയും ചെയ്ത ഒരാളെയാണ് നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അങ്ങനെ മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ ആധാരമെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്നത് മതനിരപേക്ഷതയും വർഗീയതയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രമാണ്. അതുകൊണ്ട് അതിൽ മതനിരപേക്ഷതയുടെ ചരിത്രത്തെ പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ഈ ഹിന്ദുത്വവാദികൾ ഭരിക്കാൻ ആരംഭിച്ചതോടുകൂടി നമ്മുടെ ദൈനംദിന ജീവിതം എല്ലാ ദിവസവും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പലതും ശ്രീ ജയരാജൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന ക്രിസ്മസ് കരോള്, ഒരു സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. അപ്പൊ ആ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അതിൽ ക്രിസ്ത്യാനികളാണോ മറ്റേതെങ്കിലും മതക്കാരാണോ എന്ന് നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ വീട്ടില് എത്രയോ കാലമായിട്ട് ഈ സമയമായാൽ കുറെ കുട്ടികൾ തൊപ്പിയൊക്കെ ഇട്ട് അപ്പൂപ്പനൊക്കെ ആയിട്ട് എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനാവാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ പിന്നെ അധികം വേഷം കെട്ടേണ്ടി വരില്ല, കണ്ടാൽ തന്നെ ഒരു അപ്പൂപ്പനായതുകൊണ്ടായിരിക്കും. ചില കുട്ടികൾ വന്നിട്ട് ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനാവാൻ പറ്റുമോ. അപ്പോ ഇങ്ങനെ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ മിഠായി വാങ്ങാനൊക്കെ കുറച്ച് കാശ് കിട്ടും, കരോളൊക്കെ ആയിട്ട് നടക്കുക, ഈ പറഞ്ഞ പോലെ തന്നെ ചില മിഠായി ഒക്കെ കൊടുത്താൽ അതൊരു സന്തോഷമാണ്. അതാ ഇതിനെക്കുറിച്ച് നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്, മതം എന്ന് പറയുന്നത് അനുഷ്ഠാനവും ധർമ്മവും മാത്രമല്ല, അത് സംസ്കാരവും കൂടിയാണ്. അതാ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു മതത്തിൽ മാത്രമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൽ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും മുസ്ലിങ്ങളുടെ കാര്യമാണെങ്കിലും പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ പുതിയ കുപ്പായ എടുക്കുക, സിനിമയ്ക്ക് പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, അയൽവീടുകൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് എൻ്റെ അയൽവാസിയായിട്ടുള്ള മുസ്ലിം കുടുംബം അവരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ വിഭവങ്ങൾ നമുക്ക് തരിക, അത് നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പോയി പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് ആഘോഷമാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗ. സംസ്കാരം എന്നത് ഒരിക്കലും മതത്തിനകത്ത് മാത്രം നിൽക്കുന്നതല്ല. സംസ്കാരം എന്നത് കൊണ്ടും കൊടുത്തും സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് കൾച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. അത് നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിലെത്തിയാൽ അവിടെയുള്ള സമൂഹവുമായിട്ട് നിങ്ങൾ ചേർന്ന് ജീവിക്കുകയും അങ്ങനെ ചേർന്ന് ജീവിക്കുമ്പോൾ നിങ്ങളിലുള്ള പലതും അവർ സ്വീകരിക്കുകയും അവരുടേത് പലതും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പൊ ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ക്രിസ്തുമസ്, ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓണം, ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ പെരുന്നാളാഘോഷം തുടങ്ങിയതൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം ആയിട്ടല്ല, ഇസ്ലാം മതമായിട്ട് വാസ്തവത്തിൽ എനിക്ക് ജനിച്ച വീട്ടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 8ാം ക്ലാസ് മുതൽ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് സുബൈറാണ്. സുബൈർ ഇപ്പോ മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട ഒരു പത്രാധിപരാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ പഠിച്ചതാ. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ സുബൈർ 9ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ തുടർന്നുള്ള ഞങ്ങളുടെ വിദ്യാഭ്യാസം മുഴുവൻ പരീക്ഷക്കാലായാൽ ഒന്നുകിൽ അവൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി താമസിക്കും. വീടുകൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഈ നോമ്പ് കാലത്താവും. നോമ്പ് കാലത്ത് അവൻ്റെ വീട്ടിൽ എല്ലാവരും നോമ്പെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവൻ്റെ ഉമ്മ, 9ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ അവിടെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഇവൻ്റെ കൂടെ പോയി താമസിച്ച് പഠിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അവര് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി എന്നോട് പറയും, എൻ്റെ കുട്ടിയെ എങ്ങനെയാ ഇതൊക്കെ തിന്നണത്, അണക്കിതൊക്കെ തിന്നാൻ പറ്റുമോ, ഈ ഞങ്ങളെ ചോറൊക്കെ കണക്ക് പറ്റുമോ, ഞങ്ങളെ ഭക്ഷണമൊക്കെ കണക്ക് പറ്റുമോ എന്ന് ചോദിച്ച് എന്നെ നിർബന്ധിച്ച് പല വിഭവങ്ങളും തന്ന് എന്നെ ഊട്ടിയ ഒരു ഉമ്മയിൽ നിന്നാണ് ഞാൻ ഇസ്ലാം മതം എന്താന്ന് പഠിച്ചത്. ആ സഹജീവനമാണ് വാസ്തവത്തിൽ എന്നെ ഇന്ത്യക്കാരനാക്കുന്നത്. അതുകൊണ്ട് എന്നെ ഇന്ത്യക്കാരനാക്കിയത് ഞാൻ പുസ്തകം വായിച്ചിട്ടും ചരിത്രം പഠിച്ചിട്ടും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സുബൈറിന്റെ ഉമ്മയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു മനുഷ്യനെ കാരുണ്യം എന്ന് പറയുന്ന ഒന്ന്. പട്ടിണി കിടക്കുന്ന ഒരാളാണ്, മറ്റേ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നതും. എന്നാൽ ആ അനുഷ്ഠാനത്തിന്റെ ഭാഗമല്ലാതിരിക്കുന്ന ഒരാൾ പട്ടിണി കിടക്കുന്ന കാണുമ്പോൾ ആ ഉമ്മയ്ക്ക് തോന്നുകയാണ് എൻ്റെ പാവം കുട്ടിയാണ്, ഓൻ എന്തെങ്കിലും തിന്നോട്ടെ. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യരെയും കൂടി പരിഗണിക്കുക, അവരുടെ വിശ്വാസങ്ങളെയും കൂടി പരിഗണിക്കുക. ഇപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പൊ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ പ്രസംഗം നിർത്തി. അതെന്തിനാ? ഈ പ്രസംഗിക്കുന്ന ആള് ഈ മതവിശ്വാസി ആയതുകൊണ്ടാണോ? അല്ല, അതാണ് നമ്മുടെ പരസ്പരം ചേർന്ന് നിൽക്കൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അങ്ങനെയാണ്. അതുപോലെ ഒരു ആരാധനാലയത്തിന്റെ മുന്നിൽ കൂടി ബഹളം കൊച്ചുകൊണ്ട് ആരും ചെണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടിക്കൊണ്ട് കടന്നു പോവില്ല. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് സൈലന്റ് ആവുന്നു ആണ്. ചില ബസ്സൊക്കെ പോകുമ്പോൾ കാണാം, പള്ളീൻ്റെ മുന്നിലോ അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ എത്തുമ്പോൾ ബസ്സിലിട്ടുള്ള പാട്ട് തൽക്കാലം ഒന്ന് നിർത്തിയിട്ട് ആ ബസ് അത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മര്യാദയാണ്. അത് അങ്ങനെ മനുഷ്യരെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സഹജീവനമാണ് ഇതുവരെയും നമ്മൾ പുലർന്നത്. അതിനിടയിലാണ് കുറച്ച് ആൾക്കാർ വന്നിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല, സ്കൂളിൽ പോലെ. ഇപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദിനാചരണം മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ ബഷീർ അനുസ്മരണം അല്ലെങ്കിൽ ബഷീർ ദിനം കൊണ്ടാടുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നാൽ അതിനടിയിൽ വളരെ അസഹിഷ്ണുതയോട് കൂടിയിട്ട് ഇതെന്താ കേരളത്തിലൊരു ബഷീർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു മുസ്ലിം എഴുത്തുകാരനായിട്ട് പരിഗണിച്ചുകൊണ്ട് പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുട്ടികളെ ഈ പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങളായിട്ടൊക്കെ വേഷം കെട്ടിയിട്ടും ബഷീറായിട്ട് വേഷം കെട്ടിയിട്ടൊക്കെ ഘോഷയാത്രയൊക്കെ നടത്തുന്നത് ഇന്നൊരു പതിവായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ എഴുത്തുകാരൻ. അപ്പൊ ഈ ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു മുസ്ലിം എഴുത്തുകാരനാണോ? ഞാനൊരു അനുഭവം പറയാം. ഈ പറയുന്ന ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നോവലില് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുഞ്ഞുപാത്തുമ്മ. കുഞ്ഞുപാത്തുമ്മ മദ്രസയിൽ മാത്രം പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് വേറെ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഈ മൊയ്ലിയാക്കന്മാര് മദ്രസയിൽ പറഞ്ഞു കൊടുക്കുന്ന കഥകളും വിവരമല്ലാതെ അവൾക്ക് വേറൊരു വിദ്യാഭ്യാസവും ഇല്ല. പക്ഷെ അവളെ പ്രേമിക്കുന്നതും വിവാഹം കഴിക്കുന്നതും നിസാർ അഹമ്മദ് എന്ന് പറയുന്ന യുവാവാണ്. നിസാർ അഹമ്മദ് ആരാണ്? BA ഒക്കെ പാസ്സായിട്ടുള്ള പുതിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആധുനിക ചിന്താഗതിയുള്ള ചെറുപ്പക്കാരനാണ്. ഈ ആധുനിക ചിന്താഗതിയുള്ള ചെറുപ്പക്കാരൻ ഈ സ്കൂളിലും കൂടി പഠിക്കാത്ത കുഞ്ഞുപാത്തുമ്മേനെ സ്നേഹിക്കാൻ എന്താ കാരണം? ഒറ്റ കാരണേ ഉള്ളൂ. ആദ്യമായിട്ട് നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ്മേനെ കാണുന്ന ഒരു രംഗമുണ്ട് ആ നോവലിൽ. അതെന്താ? ഒരു വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോയൊരു തോട്ടിന്റെ വക്കത്ത് കുഞ്ഞുപാത്തുമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പൊ 2 കുരുവികൾ കൊത്തുകൂടി ഇങ്ങനെ പറക്കണം. അതിലൊരു കുരുവി വേറൊരു കുരുവിനെ വല്ലാതെ കൊത്തിയിട്ട് അതിനെ താഴത്തേക്ക് തള്ളിയിട്ടു. ഇത് കണ്ടപ്പോ കുഞ്ഞുപാത്തുമ്മയ്ക്ക് വേദന സഹിക്കാൻ വയ്യ.
അവള് ഈ തോട്ടിലേക്ക് അങ്ങോട്ട് ഊർന്നിറങ്ങുമ്പോൾ അവളുടെ കൈയൊക്കെ ചരലിൽ കോറിയിട്ട് ആകെ പൊട്ടി ചോര വരാൻ തുടങ്ങി. അവൾ ഓടിച്ചെന്ന് ആ കുരുവിനെ എടുത്തപ്പോൾ അതൊരു ഗർഭിണിയായ കുരുവിയായിരുന്നു. അതിൻ്റെ അടിവയറിന് നല്ല ചൂടുണ്ട്, അത് ചാവാൻ പോവുകയാണ്. ലേശം വെള്ളത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ കൊക്ക് പിളർത്തുമ്പോൾ ചുറ്റും ഒരു തുള്ളി വെള്ളമില്ല. അപ്പൊ അവൾ തൻ്റെ കയ്യിൽ നിന്ന് ഇറ്റി വരുന്ന ചോര ആ കുരുവിനെ കൊക്കിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക, അങ്ങനെ അതിനെ ജീവിപ്പിക്കുക. ഇത് കണ്ടപ്പോഴാണ് നിസാർ അഹമ്മദിന് അവളോട് പ്രേമം തോന്നിയത്. എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ കാരുണ്യത്തിൻ്റെ, തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയിലെ ചരാചരങ്ങളോടുള്ള ഈ കാരുണ്യത്തിൻ്റെ പാഠം ആരാ പഠിപ്പിച്ചത്? ഈ മദ്രസയെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് ആര് പറഞ്ഞാലും ബഷീർ പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ പഠിപ്പിക്കുന്നത് കാരുണ്യത്തിൻ്റെ പാഠങ്ങളാണ് എന്ന്. അങ്ങനെയാണ് മദ്രസയെ പഠിപ്പിക്കാത്ത ഞാൻ ഈ ഇസ്ലാം മതത്തെയും അതിൻ്റെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ വാസ്തവത്തിൽ ബഷീർ എങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ആധാരമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ബഷീറിനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോഴാണ്, അദ്ദേഹം ഇസ്ലാം മതത്തിനകത്ത് നിന്ന് പലതും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണെങ്കിലും അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു എഴുത്തുകാരനല്ല, അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി എഴുതിയ എഴുത്തുകാരനാണ്. അങ്ങനെ എല്ലാ മതങ്ങളിലും മനുഷ്യത്വത്തിന്റെ ഘടകമുണ്ടെന്നാണ് വാസ്തവത്തിൽ ഈ ആധുനിക സാഹിത്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ബഷീർ. ആ ബഷീറിനെ ഒരു മുസ്ലിം എഴുത്തുകാരൻ എന്ന മട്ടിൽ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന വർഗീയ ബോധമുള്ള മനുഷ്യരെ ചെറുക്കാൻ CPIM-നോ പിണറായി വിജയനോ സാധിക്കില്ല. അത് വാസ്തവത്തിൽ ഓരോ മനുഷ്യരായ നമ്മളും ജാഗ്രതയോടുകൂടിയിരിക്കണം. അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാധ്യത മാത്രമല്ല, നമ്മുടെയൊക്കെ ബാധ്യതയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ അവിടെ സധൈര്യം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, അത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴേ ഒരു സമൂഹത്തിൽ മതനിരപേക്ഷത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്നത് നാം കരുതുന്നത് പോലെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. മതനിരപേക്ഷത എന്നത് പൗരസമൂഹത്തിന്റെ ആണിക്കല്ലാണ്, ആത്മാവാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചുരുക്കം. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പലതരത്തിൽ അപരമത വിദ്വേഷത്തെ പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും ശ്രമിക്കുന്ന ഏത് വാക്കിനെയും, ഏത് മുന്നേറ്റത്തെയും, ഏത് ശ്രമത്തെയും ചെറുക്കാനുള്ള ബാധ്യത ഉള്ളപ്പോൾ മാത്രമേ ഇന്ത്യ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ഇതിന്റെ വലിയൊരു പാരമ്പര്യം തന്നെ നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഈ പറഞ്ഞ പോലെ പലതരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, വിഷയമല്ലാത്തതുകൊണ്ട്. ഇന്ത്യയിലെ തദ്ദേശീയരായ ജനത ഒരിക്കലും ഒരു മതം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇവര് പറയുന്ന ഹിന്ദുമതമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹിന്ദു എന്നൊരു വാക്ക് തന്നെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു സങ്കല്പം പിന്നീടുണ്ടായി വന്നതാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ജാതികളാണ്. ആ ജാതികളിൽ ഏറ്റവും മേലെ ഉണ്ടായിരുന്നത് ബ്രാഹ്മണരും അവരെ ആശ്രയിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളുമാണ്. ഈ ജാതി വ്യവസ്ഥക്കെതിരെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ബുദ്ധന്റെ കാലം മുതൽ പല മുന്നേറ്റങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ മധ്യകാലത്തോടുകൂടി നമ്മൾ താനൂര് നിന്നിട്ടൊരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലോ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേരാണ്, ഞാൻ ഉൾപ്പെട്ട സർവകലാശാലയുടെ പേര് തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നാണ്. എഴുത്തച്ഛൻ വാസ്തവത്തിൽ ചെയ്യാൻ ശ്രമിച്ചത് എന്താ? ഈ പറയുന്ന പോലെ ശൂദ്രന് അക്ഷരം നിഷേധിച്ചിരുന്ന കാലത്ത് സംസ്കൃതം പഠിച്ചെടുക്കുകയും സംസ്കൃതത്തിന്റെ മുഴുവൻ സത്തയും സ്വാംശീകരിക്കുകയും തനി മലയാളത്തിൽ അത് എല്ലാ മലയാളിക്കും മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി വെക്കുകയും ചെയ്ത ഒരാളാണ് എഴുത്തച്ഛൻ. അപ്പോ എഴുത്തച്ഛൻ സമരം ചെയ്തത് സംസ്കൃതാധിപത്യത്തിനും ബ്രാഹ്മണാധിപത്യത്തിനും എതിരാണ്. അങ്ങനെ സംസ്കൃതാധിപത്യത്തിനും ബ്രാഹ്മണാധിപത്യത്തിനും എതിരായിക്കൊണ്ട് ധാരാളം ശ്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്തിപ്രസ്ഥാനം എന്ന് പറയാറുള്ളത്. ആ ഭക്തിപ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കബീർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കബീർ 15-ാം നൂറ്റാണ്ടിൽ വാരാണസിയിൽ ജീവിച്ചിരുന്ന ആളാണ്. കബീർ അദ്ദേഹത്തിന്റെ ദോഹകൾ, അതാണ് ഈ കബീറിന്റെ ദോഹകൾ, ഈ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വാരാണസിയിലെ ഹിന്ദു വീടുകളിലും മുസ്ലിം വീടുകളിലും ഒരുപോലെ ആലപിക്കുന്ന ഏർപ്പാടുണ്ട്.
കബീറിനെ കുറിച്ചൊരു സിനിമയുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമ എടുത്ത ആൾക്കാർ കബീറിനെ കുറിച്ച് അന്വേഷിച്ച് പോയിട്ട് എത്തുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ നിങ്ങൾ എവിടുന്നാ വരുന്നത്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയ ബഹുമാനമായി. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ കബീറിനെ കുറിച്ച് അറിയാനാണെന്ന് പറഞ്ഞവിടെ അവരെ എഴുന്നേറ്റ് നിൽക്കുകയും വന്ന ആളുകളെ മുഴുവൻ ആലിംഗനം ചെയ്യുകയും ചെയ്തു. കാരണം കബീർ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണെന്നൊക്കെ പലരും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയുടെ പേരാണ് കബീർ എന്ന് പറയുന്നത്. കബീർ മധ്യകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജനിക്കുകയും ഹിന്ദുവായി വളർത്തപ്പെടുകയും ചെയ്തു എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള കഥയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും കബീറിനെ ഖുറാനും അറിയാമായിരുന്നു, ഈ ഹൈന്ദവ പുരാണങ്ങളും അറിയാമായിരുന്നു. അതെല്ലാം ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ദോഹകൾ രചിച്ചിട്ടുള്ളത്. ആ ദോഹകൾ രചിച്ചിരുന്ന അദ്ദേഹം വാസ്തവത്തിൽ ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു കബീർ. കബീറിന്റെ ജോലി നെയ്ത്ത് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് അണിനിരക്കുകയും ഒരു വലിയ സാമൂഹ്യ പ്രസ്ഥാനമായിട്ട് കബീർ മാറുകയും ചെയ്തു. അങ്ങനെ കബീർ അന്നത്തെ ജന്മിമാർക്കെതിരെ വലിയ സമരങ്ങൾ നയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 27 തവണ കബീറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അവിടുത്തെ ജന്മിമാരുടെ ഗുണ്ടകൾ. അവസാനം കബീർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെ മറവ് ചെയ്യും? കാരണം ഇദ്ദേഹം മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം വന്നു. അവസാനം ചിലർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇസ്ലാം മത ആചാരപ്രകാരമാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഹിന്ദുക്കളായിട്ടുള്ള അനുചരന്മാർ പറഞ്ഞു അദ്ദേഹത്തിനെ ഹൈന്ദവ ആചാരപ്രകാരമാണ് ദഹിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. തർക്കം മൂത്തു. അപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ച് പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിൽ പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആ പൂക്കളിൽ പാതി ഹിന്ദുക്കളും പാതി മുസ്ലിങ്ങളും കൊണ്ടുപോയി എന്നുമാണ് കബീറിനെ കുറിച്ചുള്ള നാടോടി കഥയിൽ പറയുന്നത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാവന ഉണ്ടാവുന്നത്. ഈ ഭാവന ഉള്ളത് കൊണ്ടാണ് ഗാന്ധി ചർക്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നമായി സ്വീകരിക്കുന്നത്. ചർക്ക കബീറിൽ നിന്നാണ് ഗാന്ധിക്ക് കിട്ടുന്നത്. അതാണ് വേണ്ടതെന്ന് അദ്ദേഹത്തോട് ഉപദേശിച്ചത് ടാഗോറാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കബീറിൽ നിന്ന് ഗാന്ധിയിലേക്കും ഈ പറഞ്ഞ എൻ്റെ സുബൈറിന്റെ ഉമ്മയിലേക്കും ഒക്കെ വരുന്ന ഒരു വലിയ ധാരയുണ്ട്. ആ ധാരയുടെ പേരാണ് മതനിരപേക്ഷത. ആ ധാര പൊട്ടിപ്പോകാതിരിക്കാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം എൻ്റെ മാത്രം അനുഭവമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഈ വേദിയിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചതിൻ്റെ, സ്നേഹിച്ചതിൻ്റെ, ഒരുമിച്ച് പുലർന്നതിൻ്റെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ പറയാൻ സാധിക്കും. വള്ളിക്കാട് വാസുവിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വള്ളിക്കാട് വാസു കമ്മ്യൂണിസ്റ്റുകാരനും കർഷക സംഘത്തിന്റെ നേതാവുമായിരുന്നു. ഈ കുടികടപ്പ് സമരം നടക്കുന്ന കാലത്ത് വടകര ഭാഗത്താണ് ഈ വള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ കുടികിടപ്പിന് വേണ്ടി കർഷക സംഘം സമരം ചെയ്യുക. ആരാ ജന്മി? ആമിനയുടെ മതത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അവിടെ ജന്മി. പക്ഷേ ആ സമരം കർഷക സംഘം ഏറ്റെടുത്ത് അവസാനം ജന്മിയുടെ ഗുണ്ടകൾ വള്ളിക്കാട് വാസുവിനെ അടിച്ചു കൊന്നു. അങ്ങനെ വള്ളിക്കാട് വാസു രക്തസാക്ഷിയായി. എന്തിനു വേണ്ടി? ആമിനയുടെ കുടികിടപ്പ് അവകാശത്തിന് വേണ്ടി. അവസാനം കുടികിടപ്പ് 1.5 വർഷം നീണ്ടുവന്ന സമരത്തിന് ശേഷം 10 സെന്റ് ഭൂമി ആമിനയ്ക്ക് കിട്ടി. അപ്പൊ ആമിനെ ആദ്യം പറഞ്ഞ എന്താ, എനിക്കൊരു കൂര വെക്കണതിന്റെ മുമ്പ് വാസുവിന് എന്റെ പറമ്പിൽ ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആമിനയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വാസുവിന്റെ നാടാണ് കേരളം. അതിന് കാവൽ നിന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ കൊണ്ടും കൊടുത്തും കാവൽ നിന്നും കരുതിയുമാണ് നമ്മളായി തീർന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യപ്പനെ കാണാൻ പോകുന്നവർക്ക് വാവരെ കാണാതിരിക്കാൻ കഴിയില്ല. അയ്യപ്പനും വാവരും ഞാനും സുബൈർ എന്ന് പറഞ്ഞ മാതിരിയാണ്. അത്ര ആത്മസുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ സാംസ്കാരിക ജീവിതം എത്രയോ കാലമായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോ ഇന്ത്യയിലെ പലതരം സമുദായങ്ങളെ പറ്റി അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോ ഡൽഹിയിലെ വാൽമീകി സമൂഹം അവർ ഹിന്ദുക്കളാണോ മുസൽമാന്മാരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, അവരുടെ ആചാരം നോക്കിയാൽ. അതുപോലെ ഹിമാചൽ പ്രദേശിലെ ബഞ്ചാറാസ്, അതാണ് അവർക്ക് ഹിന്ദു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ഒക്കെ ആചാരങ്ങൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഹരിയാനയിലെ ജൂല വംശജർ, ആ ജൂല എന്ന് പറഞ്ഞ വംശജരുടെ ഇടയിൽ ഹിന്ദുക്കളുടെയും മുസൽമാന്മാരുടെയും ഒക്കെ പലതരം ആചാരങ്ങളും വിശ്വാസങ്ങളും കലർന്നിട്ടുണ്ട്. അതുപോലെ ഹൊസൈനി ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗക്കാര്,
അവര് ഈ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ആരാധകരാണ് ഈ പറയുന്ന ഹുസൈനി ബ്രാഹ്മണര്. അവർ ഒരേ സമയം ഈദും ശിവരാത്രിയും ഒരുപോലെ ആഘോഷിക്കുന്ന ആൾക്കാരാ. എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിലെ മതനിരപേക്ഷതന് ജമാഅത്ത് ഇസ്ലാമിക്കാരനും RSSകാരനും ഈ ഹുസൈനി ബ്രാഹ്മണന്റെ അടുത്ത് പോയ എന്ത് പറയും? അയാൾ ഈദും ആഘോഷിക്കും, ശിവരാത്രി ആഘോഷിക്കും, കുറിയും തൊടും തൊപ്പിയിടും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അങ്ങനെയാണ് ഇന്ത്യ. ഇന്ത്യ ബഹുസ്വരതയുടെ നാടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഏക ഹിന്ദുവോ ഏക ഇസ്ലാമോ ഈ രാജ്യത്തില്ല. ബഹുസംസ്കാരങ്ങളുടെ, ബഹുമതങ്ങളുടെ, ബഹുവിശ്വാസങ്ങളുടെ ലോകമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ തകർത്ത് മുന്നേറാനാണ് വാസ്തവത്തിൽ വർഗീയവാദികൾ ശ്രമിക്കുന്നത്. അതിനെ സകല കരുത്തും ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട മാത്രമല്ല. വാസ്തവത്തിൽ അത് നമ്മുടെ മുഴുവൻ സമൂഹത്തിന്റെയും കടമയാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം വാസ്തവത്തിൽ ഈ പറഞ്ഞ അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയമാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പതാ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. ഈ അഭിപ്രായ പ്രകടനം എനിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അതാ. അതുപോലെ ഇത് ആരെങ്കിലും നിഷേധിച്ചാൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം, പറയാനുള്ള സ്വാതന്ത്ര്യം, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ആരെങ്കിലും നിഷേധിച്ചാൽ സ്വാഭാവികമായും എനിക്ക് നിയമത്തിന്റെ വഴി തേടാം. മറ്റൊന്ന് സമത്വമാണ്. മറ്റൊരാൾക്ക് കിട്ടാനുള്ള, എനിക്ക് കൂടി അർഹതപ്പെട്ടതാണ് മറ്റൊരാൾക്ക് കിട്ടാനുള്ളത് എങ്കിൽ അതിൽ എന്നെ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് നിയമത്തിന്റെ വഴി തേടാം. അങ്ങനെ സമത്വം എന്നതും സ്വാതന്ത്ര്യം എന്നതും നിയമത്തിന്റെ വഴിയിൽ പരിരക്ഷിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അങ്ങനെ പരിരക്ഷിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സാഹോദര്യം. അതാ സാഹോദര്യം. ഇപ്പോ ഇവിടെ വേദിയിലിരിക്കുന്ന ഡോക്ടർ ഷിനാസ് എന്നെ സഹോദരനായി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല. എന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ എനിക്ക് പരാതി കൊടുക്കാം. എനിക്ക് കൂടി അർഹതപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ, എനിക്ക് സമത്വം നിഷേധിച്ചാൽ എനിക്ക് പരാതി കൊടുക്കാം. സാഹോദര്യം നിഷേധിച്ചാൽ പരാതി കൊടുക്കാൻ പറ്റില്ല. സാഹോദര്യം ഒരു മനോഭാവമാണ്. എന്തിനാ സാഹോദര്യം? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കൂടി അനുവദിക്കുമ്പോഴേ സമത്വം ഉണ്ടാവുള്ളൂ. എന്റെ സ്വാതന്ത്ര്യം പുലരുമ്പോൾ തന്നെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോഴാണ് സമത്വം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ സമത്വം സ്വാതന്ത്ര്യം തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട്. അതാണ്. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. അപ്പൊ എന്റെ സ്വാതന്ത്ര്യം ഒന്ന് നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി അംഗീകരിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്റെ സഹോദരരാണ് എന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന്. അയ്യപ്പൻ പത്രം തുടങ്ങിയപ്പോൾ ആ പത്രത്തിന് പേരിട്ടത് സഹോദരൻ എന്നാണ്. അരുവിപ്പുറത്ത് 1888 ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ നാരായണഗുരു ചുമരിൽ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നാണ്. 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ സാഹോദര്യം എന്ന ഭാവമാണ് വാസ്തവത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്ന കാര്യം എത്ര ആവർത്തിച്ചു പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പനം സാഹോദര്യം, ഫ്രട്ടേണിറ്റി എന്നതാണ്. ആ സാഹോദര്യ ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണ്. എനിക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റുള്ളവർക്കും ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റുള്ളവർക്കും വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നാം സങ്കല്പിക്കുന്നിടത്താണ് സാഹോദര്യം പ്രസക്തമാവുന്നത്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ക്ഷേത്രം, നേരത്തെ പറഞ്ഞ പോലെ പള്ളികൾ പൊളിച്ച് ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സാഹോദര്യത്തെയാണ് തകർക്കുന്നത്. പൗരത്വം നിഷേധിക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ സാഹോദര്യത്തെയാണ് തകർക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെ ഇന്ത്യയിലെ പല മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ബീഫ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരാളെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിലനിന്ന സാഹോദര്യ ഭാവത്തെ ഇല്ലാതാക്കുകയാണ്.
അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒറ്റ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ സാഹോദര്യത്തെ തകർക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്താണ് മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാഹോദര്യഭാവം തിരിച്ചു പിടിക്കുന്ന രാഷ്ട്രീയത്തെയാണ് മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കാവലാളാവുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് എന്നെ വിളിച്ചതിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.